ഹലോ! അങ്ങനെ മൗനരാഗത്തിൽ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്വന്തം കാർത്തിയേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഗയ്സ്. സമാധാനം, പകുതി സമാധാനം അല്ലേ? എന്തായാലും പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലാട്ടോ. നമ്മുടെ ദിലീപ് എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മുടെ കാർത്തികയുടെ വീട്ടുകാരോട് പറയുന്നുണ്ട്, ഒരാളെ പേടിച്ച് കല്യാണ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചൊരു പെണ്ണല്ലേ, അവളെ ഞാൻ ഒരിക്കലും ഒരു തടങ്കലിലാക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പൊ മുത്തശ്ശി നമ്മുടെ കാർത്തികയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഒരുത്തൻ കത്തിയുമായിട്ട് പുറകെ ഉണ്ടെന്ന് അറിയാലോ, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ കിരൺ ആണെങ്കിൽ വേലുവിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയൊന്നും യാത്രയാക്കാൻ നിങ്ങൾ നിൽക്കണ്ട, പക്ഷെ എനിക്കത് അതിന് നിന്നേ പറ്റൂ. നിങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ ബോഡി കൊണ്ട് വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ അതിക്കേന്റെ അവരെ ചെക്കനെയും പെണ്ണിനെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരൺ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, നമ്മുടെ രതീഷും വേലുവും കിരണും കൂടെ നമ്മുടെ ഗംഗപ്രസാദിന്റെ ബോഡി ഒരു പായയിൽ പൊതിഞ്ഞ് മറവ് ചെയ്യാൻ വേണ്ടി ഒരു കാറിന്റെ ഡിക്കിയിലോട്ട് കയറ്റുന്ന ഒരു കാഴ്ചയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഗംഗപ്രസാദ് വല്ല പ്രേതമായിട്ട് വരോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സീരിയൽ മൗനരാഗം ആയതുകൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ. എന്തായാലും കാത്തിരുന്നേനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.